മുന്നും പിന്നും നോക്കാതെ അഞ്ചു കൊല്ലം തികയ്ക്കട്ടെ. ഐക്യദാർഢ്യം 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 ഐക്യദാർഢ്യം. വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് ശ്രീകണ്ഠാപുരത്ത് ഇരിക്കൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ UDF പ്രവർത്തകർ പ്രകടനം സംഘടിപ്പിച്ചു. ശ്രീകണ്ഠപുരം ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നൂറുകണക്കിന് UDF പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. KC വേണുഗോപാലിനെ ഇരിക്കൂർ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ തോൽപ്പിക്കുമെന്നും വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വി.ഡി. സതീശന് യോഗ്യനാണെന്നും UDF പ്രവർത്തകർ പറഞ്ഞു. നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിനകത്തെ അക്രമങ്ങളും മറ്റ് സംഭവങ്ങളും നടക്കുമ്പോൾ ഈ നേതൃത്വത്തെ മികച്ച രീതിയിൽ നയിച്ച വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഭരണം 102 സീറ്റിനകത്ത് എത്തിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നേതൃത്വത്തോട് ഞങ്ങൾ പറയുകയാണ്, വരും ദിവസങ്ങളിൽ അതിശക്തമായ സമര പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വി.ഡി. സതീശനെ ഐക്യദാർഢ്യം വി.ഡി. സതീശനെ ഐക്യദാർഢ്യം വി.ഡി. സതീശനെ ഐക്യദാർഢ്യം വി.ഡി. സതീശനെ ഐക്യദാർഢ്യം. ഞങ്ങൾക്കുണ്ടൊരു MLA ഞങ്ങൾക്കുണ്ടൊരു MLA ഞങ്ങൾക്കുണ്ടൊരു MLA ഞങ്ങൾക്കുണ്ടൊരു MLA. ഇരിക്കൂറിന്റെ വികസന നായകൻ ഇരിക്കൂറിന്റെ വികസന നായകൻ ഇരിക്കൂറിന്റെ വികസന നായകൻ ഇരിക്കൂറിന്റെ വികസന നായകൻ. 5 കൊല്ലം തികയ്ക്കട്ടെ 5 കൊല്ലം തികയ്ക്കട്ടെ 5 കൊല്ലം തികയ്ക്കട്ടെ 5 കൊല്ലം തികയ്ക്കട്ടെ. സജീവ് ജോസഫ് നേതാവേ സജീവ് ജോസഫ് നേതാവേ സജീവ് ജോസഫ് നേതാവേ സജീവ് ജോസഫ് നേതാവേ. 5 കൊല്ലം തികയ്ക്കട്ടെ 5 കൊല്ലം തികയ്ക്കട്ടെ 5 കൊല്ലം തികയ്ക്കട്ടെ 5 കൊല്ലം തികയ്ക്കട്ടെ. കേരള നാട്ടിൽ പ്രതിപക്ഷത്തെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് ഈ 102 സീറ്റിൽ UDFനെ അധികാരത്തിലെത്തിയ നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് ഈ ഇരിക്കൂറിന്റെ മണ്ണിൽ റീഇലക്ഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നേതൃത്വത്തിന് തീരുമാനമെങ്കിൽ അത് ഏത് തരത്തിലുള്ള നടപടിയാണെങ്കിലും ആ നടപടി നേരിട്ടുകൊണ്ട് ഇവിടുത്തെ UDF പ്രവർത്തകർ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത്ര വിദൂരമല്ല, അതുപോലെ നമ്മൾ പൊട്ടിച്ചടക്കിടും. ഇവിടെ വേറെ ആൾ ആവശ്യമില്ല. പ്രകടനം നയിച്ചത് പ്രിയങ്കരനായ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ VS അച്യുതാനന്ദന് കിട്ടിക്കൊണ്ടിരുന്ന അതേ പിന്തുണയാണ് ഇന്ന് വി.ഡി. സതീശന് കേരളത്തിലെ ജനങ്ങൾ നൽകുന്നത്. ആ വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ആ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് കേരളത്തിലെ 80% പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് ഇതാണൊരു മാർഗം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടുമായി മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ഞങ്ങൾക്കൊരുപോലെയാണ്. രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, KC വേണുഗോപാൽ ആയിക്കോട്ടെ, വി.ഡി. സതീശനായിക്കോട്ടെ. പക്ഷേ അവരിൽ നിന്നും വ്യത്യസ്തമായി ഒരുപക്ഷെ 100-ലധികം സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ആർജവത്തോടെ പറഞ്ഞ നേതൃത്വത്തിനാണ് ഞങ്ങളുടെ പിന്തുണ. ഇവിടുത്തെ ഞങ്ങളെല്ലാവരും പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങളെ ചേർത്ത് നിർത്തിയ 5 വർഷക്കാലം ഞങ്ങളെ ചേർത്ത് നിർത്തിയ നേതാവ്, ആ നേതാവിനോട് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൂറ് എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹത്തിനോട് തെരുവിലിറങ്ങുക. അല്ലല്ല, പാർട്ടി അധികരിക്കുന്ന നടപടിയില്ല. പാർട്ടിയാണ് ഉള്ളത്, UDF ആണ് പറയുന്നത്. UDFിനെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ നാട്ടിലെ തെരുവാറുകളിൽ ഇന്നലകൾ അടികൊണ്ടവരാണ് ഞങ്ങൾ. DYFI നേതൃത്വത്തിൽ, CPMന്റെ നേതൃത്വത്തിൽ പോലീസിൽ നിന്ന് കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിലപാടുള്ള രാജകുമാരൻ ഈ നാടിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ആവർത്തിച്ച് നോക്കട്ടെ, KC വേണുഗോപാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നാൽ തോൽവി രുചിക്കേണ്ടി വരും. ഒരു ഘട്ടത്തിൽ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ 1800 വോട്ട് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ
തന്നത്. പക്ഷെ അതുപോലെ ഒരുപക്ഷെ ആ 1800 വോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു വോട്ടാണ് എന്ന് നമ്മൾ കരുതും. ഇപ്പോ 4246 വോട്ടുകൾ അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നില്ല. ഈ നാട്ടിലെ ആളുകൾ അംഗീകരിക്കുന്ന പോലെ മറ്റാരെങ്കിലും വന്ന് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നേതാവിനും ഞങ്ങൾക്കെതിരാണ്. ഞങ്ങളെ കിട്ടൂല. ഞങ്ങളും കഴിക്കുന്നത് ചോറ. അതറിയോ? ഞങ്ങൾ ഇവിടെ 5 വർഷത്തേക്ക് പൊന്നുപോലെ വിജയിപ്പിച്ച ഒരു MLA ഉണ്ട്. നല്ലൊരു വികസന പ്രവർത്തനം നടത്തിയൊരു MLA ഉണ്ട്. ആ MLA വീണ്ടും ഞങ്ങള് 3-4 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ 5 വർഷം ഞങ്ങൾക്ക് വേണം ആ MLA. അല്ലാണ്ട് കെട്ടിയിറക്കിയ MLA അല്ല ഞങ്ങൾക്ക് വേണ്ടത്. KC മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിലപാട്? പാർട്ടി എന്തെങ്കിലും നടപടി എടുത്താൽ എനിക്ക് പ്രശ്നമില്ല. വോട്ട് ചെയ്തതിന് പ്രശ്നമൊന്നുമില്ല. അതാരും വന്നിട്ട് കൈവട്ടി നമ്മളെ ചെയ്തില്ല. എന്റെ പോലത്തെ ഞങ്ങൾക്കൊന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലുമുള്ള ഒരു ഞങ്ങൾക്കൊന്നും ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഈ പാർട്ടിയുള്ള സ്നേഹമാണ്. എത്ര 10 വർഷം പ്രതിപക്ഷത്തിൽ നിന്നിട്ട് എത്ര ഭൂരിപക്ഷത്തിലാണ് നമ്മൾ വിജയിപ്പിച്ചിരിക്കുന്നത്. ആ ഭൂരിപക്ഷത്തിന്റെ ഒരു മഹിമ എല്ലാം ചോർത്തി കളഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെയാണ് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഓരോ സഖാക്കന്മാരും ഞങ്ങൾക്ക് വാട്സാപ്പിൽ കൂടി തരുന്ന പ്രതികരണം എന്താണെന്നറിയോ? ഞങ്ങൾക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയാ, സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അത്ര ഞങ്ങൾ ചോര നീരാക്കി പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ നേടിക്കൊടുത്തിരിക്കുന്നത്. ആ ഭൂരിപക്ഷം തിരിച്ചങ്ങോട്ടേക്കാക്കാനും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ എളുപ്പൽക്കണ്ടെന്ന് പറഞ്ഞേ മനസ്സിലായല്ലോ. കൂടുതൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ MM മണിയുടെ നാടൻ ഭാഷ ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. പറഞ്ഞത് എംപിമാര് മത്സരിക്കേണ്ട ആവശ്യമില്ല. അതാരാ പറഞ്ഞത്? KC വേണുഗോപാൽ ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ആ വിഷയം പറഞ്ഞത്. സുധാകരന്റെ പിന്തുണ ഉൾപ്പെടെ KC വേണുഗോപാലാണ്. ആ സുധാകരൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല. ചരിത്രത്തിൽ 49 വർഷമായിട്ട് തളിപ്പറമ്പിൽ CPM-ന് ഒരു MLA ഇല്ലാത്ത കാലഘട്ടം വന്നിട്ടുണ്ട് എങ്കിൽ KC വേണുഗോപാലിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കൂറിലെ UDF പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇരിക്കൂറിന്റെ മണ്ണിൽ പാറ്റാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളും വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ UDF-കാരാണ്, പാർട്ടി വക്താക്കളാണ്, മെമ്പർമാരാണ്, ഔദ്യോഗിക ഭാരവാഹിത്തിലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ഞങ്ങളും വെല്ലുവിളിക്കുന്നു. KC വേണുഗോപാലിന്റെ എന്നല്ല, MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്ന ഏത് MP ആവട്ടെ, ആരും ആവട്ടെ, അവരെ തോപ്പിച്ചിട്ട് KC-യുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂറിന് കൊടുക്കും. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാണ്, സുധാകരൻ സാറേ, താങ്കളെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയപ്പോൾ ഒരുപാട് നെഞ്ച് വിങ്ങിയവരാണ് ഞങ്ങൾ. ആ സമയത്ത് നിങ്ങളൊരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ആ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായിരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇന്ന് ഞാൻ ഉറക്കെ പറയുന്നു, നിങ്ങളുള്ള ബഹുമാനം പോയി സുധാകരൻ സാറേ. നിങ്ങളെ ഈ ഇരട്ടത്തോപ്പ് നയമുണ്ടല്ലോ, 2 വള്ളത്തിലും കാതി വെട്ടി വെച്ചിട്ടുള്ള നൃത്തം, അതാദ്യം നിങ്ങൾ മതിയാക്കാം. നിങ്ങളോട് MP-മാര് മത്സരിക്കണമെന്ന് മറ്റും മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ MP ആയിട്ട് മത്സരിച്ച ആൾ രാജിവെച്ചിട്ട് വന്നിട്ട് വീണ്ടും കണ്ണൂർ മുഖ്യമന്ത്രിയാക്കാൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഈ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളാ. നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് നയമുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളുള്ള സ്നേഹമുണ്ടല്ലോ,